നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് കഴക്കൂട്ടത്താണ്. കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഷീ ലോഡ്ജ്, തിരുവനന്തപുരം നഗരസഭയുടെ നിവാസം എന്ന് പറയുന്ന ഷീ ലോഡ്ജ് കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം IT മേഖലയാണ്, IT നഗരമാണ്. നമുക്കറിയാം ഒരുപാട് സ്ത്രീകൾക്ക് ദിവസവും ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യകതയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലുടനീളമുള്ള ആളുകൾക്ക് ഇൻ്റർവ്യൂവിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ട്. പക്ഷേ പലപ്പോഴും സുരക്ഷ എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്ത് ഇത്തരം ഷീ ലോഡ്ജുകൾ അവിടെ വളരെ പ്രസക്തമാണ്. ഈ ഷീ ലോഡ്ജിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഇവിടെ ഈ ഷീ ലോഡ്ജ് തുറന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ദാക്ഷായണി വേലായുധൻ എന്ന ഇന്ത്യയിലെ പട്ടികജാതി വിഭാഗത്തിലെ ആദ്യ ബിരുദധാരിയായ ദാക്ഷായണി വേലായുധൻ്റെ പേരിലാണ് ഈ ഷീ ലോഡ്ജ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. 4 നിലകളിലായി പ്രവർത്തിക്കുന്നു. എന്തായാലും ഇവിടെ വരികയാണെങ്കിൽ ഈ ഷീ ലോഡ്ജിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഇവിടെ നമുക്ക് താമസിക്കാൻ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്, അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും. ആ സംശയങ്ങൾക്ക് മറുപടി പറയാൻ നമുക്കിവിടെ ഉദ്യോഗസ്ഥരുണ്ട്, നഗരസഭ ഉദ്യോഗസ്ഥരുണ്ട്. അവരോട് ചോദിക്കാം. നമുക്ക് അകത്ത് പോയി എങ്ങനെയാണ് ഇവിടുത്തെ സൗകര്യങ്ങളെന്നൊക്കെ ഒന്ന് കാണാം. വരും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാരാണ്. ഒപ്പം ഹായ് മാം, സുബർണ മാം നഗരസഭ ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ മാമാണ് ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. നമുക്ക് ഉള്ളിലേക്കൊന്ന് പോയാലോ? നമുക്ക് ഒരുപാട് ഷീ ലോഡ്ജിനെ കുറിച്ച് നമ്മൾ ഉദ്ഘാടനമൊക്കെ ഗംഭീരമാക്കി. അപ്പോൾ ഉടനെ തന്നെ ഇതിന്റെ പ്രവർത്തനം തുടങ്ങുകയാണ്. എല്ലാം സജ്ജമാണോ? എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. ഇനി ഒരാഴ്ചക്കുള്ളിൽ ഇത് പ്രവർത്തനം ആരംഭിക്കും. ഓക്കെ. 4 നിലകളാണ്, എല്ലാ സൗകര്യവും ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് IT നഗരമാണ് കഴക്കൂട്ടം. കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ കേസൊക്കെ റിപ്പോർട്ട് ചെയ്തു. സുരക്ഷയെക്കുറിച്ചൊക്കെ നമ്മൾ വാദോരാതെ സംസാരിക്കുമ്പോഴും സ്ത്രീകൾ അത്ര സുരക്ഷിതരല്ല എന്നുള്ള തോന്നലുണ്ടാക്കുന്ന വാർത്തകൾ. അവിടെ നഗരസഭയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. ഇതുപോലെയുള്ള ഷീ ലോഡ്ജുകൾ വരുന്നുള്ളത് വലിയ സന്തോഷം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ നഗരസഭയ്ക്ക് ഇത്തരത്തിൽ ഒരു സൗകര്യം ഒരുക്കുന്നതിനും. എന്താണ് ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇതിപ്പോ എത്രാമത്തെയാണ്, എന്തൊക്കെ സൗകര്യങ്ങളാണുള്ളത്? തീർച്ചയായിട്ടും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ത്രീ സുരക്ഷയുടെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോൾ സമൂഹം ഇപ്പോൾ എത്രത്തോളം വളർന്നു എന്ന് പറയുമ്പോഴും സ്ത്രീകൾ സുരക്ഷിതരാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ പ്രസക്തമാണ്. പല കാര്യങ്ങളും ഓരോ ദിവസവും നമ്മൾ വാർത്തകൾ എടുത്ത് നോക്കുമ്പോൾ സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വരുന്ന ഒരവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ഇനി വീട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഈ IT ഹബ്ബാണ് നമ്മുടെ കഴക്കൂട്ടം. ഒരുപാട് കമ്പനീസിൽ ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്കും ഒരുപാട് സ്ത്രീകൾ വരുന്ന ഒരു സ്ഥലമാണ് കഴക്കൂട്ടം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മുടെ IT ഹബ്ബായ കഴക്കൂട്ടത്ത് തന്നെ ഇങ്ങനെ ഒരു ഷീ സ്പേസ്, നമ്മൾ ഷീ സ്പേസ് എന്നാണ് പറയുന്നത്, ഒരുക്കാൻ കഴിഞ്ഞതിൽ നഗരസഭയ്ക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ നേരത്തെ ചോദിച്ചത് എത്രാമത്തെ ആണെന്ന് ചോദിച്ചിരുന്നു. നമ്മൾ തമ്പാനൂർ ഒരു ഷീ ഹബ്ബുണ്ട്, ശ്രീകണ്ഠേശ്വരത്തുണ്ട്, ഇപ്പോൾ ആറ്റുകാലുണ്ട്. അപ്പോൾ ഇതൊരു 4ാമത്തെ സ്ഥലമാണ് ഷീ സ്പേസ് എന്ന് പറഞ്ഞിട്ട്. അതെ, നമ്മൾ സ്ത്രീകൾ നേരത്തെ മാം പറഞ്ഞത് വളരെ പ്രസക്തമാണ്. നമ്മൾ പുറത്തുനിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തിരുവനന്തപുരം ഒരു വലിയ സിറ്റിയാണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നതിന്റെ ഒരു ആശങ്കയൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരു പേടിയും വേണ്ട, ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ സ്ഥലമുണ്ട് നമുക്ക് അവർക്കായി മാത്രം, മറ്റൊരു ശല്യവും ഇല്ലാതെ. എനിക്ക് തോന്നുന്നു ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഇത് നമ്മള് കഴക്കൂട്ടത്ത് തന്നെ KCB ഓഫീസിന്റെ നേരെ പുറകിലാണ്. അതെ, KCB ഓഫീസ്. അതിനടുത്ത് തന്നെ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ സോണൽ ഓഫീസുണ്ട്. സോണൽ ഓഫീസ് നേരെ പുറകെയാണ് ഈ ഒരു ഷീ സ്പേസ്. അതാണ്. അപ്പൊ ഒരു രീതിയിലും സുരക്ഷാ വീഴ്ചയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഒപ്പം ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം ഇതിനായി തെരഞ്ഞെടുത്തതും വളരെ നല്ലൊരു സ്ഥലത്താണ്. അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അത് നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു വലിയ, എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഫ്രണ്ട് ഓഫീസ് വരും അല്ലെ, ഒരു ഫ്രണ്ട് ഓഫീസ് ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് നമ്മളിവിടെ ആളുകൾ വരുമ്പോ ആദ്യം നമുക്ക് ഓൺലൈൻ ആയാണോ അല്ലെങ്കിൽ നേരിട്ട് വന്നാലും മതിയാവോ ഇവിടെ റൂം ലഭിക്കണമെങ്കിൽ? ഇപ്പോ പറഞ്ഞല്ലോ, നമ്മളിനി ഒരാഴ്ച സമയത്തിനുള്ളിൽ ഇത് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ രജിസ്ട്രേഷൻ ഓൺലൈനായിട്ടുമുണ്ട്. ഇപ്പോൾ ഓഫ്ലൈൻ ഇവിടെ ഒരു ഫ്രണ്ട് ഓഫീസ് സെറ്റ് ചെയ്യണം, ഓഫ്ലൈനായിട്ടും രജിസ്റ്റർ ചെയ്യാം. അല്ല അതുവഴി നമുക്ക് ഫോൺ വിളിച്ച് നമുക്ക് റൂംസ് ബുക്ക് ചെയ്യാം. ടോട്ടൽ ഇവിടെ 21 റൂംസ് ആണ് ഉള്ളത്. അത് 4 നിലകളിലായിട്ടാണ്, സെല്ലാർ ഉൾപ്പെടെ 4 നിലയാണുള്ളത്. 21 റൂംസ് ഉണ്ട്. ഇതുവരെ 25 ബെഡ്സ് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 റൂംസിൽ ഡബിൾ ബെഡ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് അവിടെ പോയി ഒന്ന് സംസാരിച്ചാലോ, റൂം ഒന്ന് കണ്ടാലോ? അപ്പൊ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളത് നമുക്കൊന്ന് മുകളിലേക്ക് പോവാം. ഓക്കെ, വരും.
വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഫാനും ലൈറ്റും എല്ലാം ഗംഭീരമായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഒരുക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് എല്ലാ രീതിയിലും സുരക്ഷിതമായിട്ടുള്ള സ്പേസ് ഓരോ റൂമും നമുക്ക് കാണാം. നമുക്ക് ഒരു റൂം ഒന്ന് തുറന്നു കണ്ടാലോ? ഓക്കെ, വരും. ഇതിപ്പോ സിംഗിൾ ബെഡ്റൂമാണ്. ഫർണിച്ചർ ഞാൻ പറഞ്ഞല്ലോ 25 ബെഡ്സ് ആണ് ഇതുവരെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാ റൂമിലും വർക്കിംഗ് ടേബിൾ ഉണ്ട്. അതുപോലെ ഒരു അലമാര വെച്ചിട്ടുണ്ട്. എല്ലാ റൂമും അറ്റാച്ച്ഡ് ആണ്. പിന്നെ മാത്രമല്ല AC ഉണ്ട്. എല്ലാ റൂമും എയർ കണ്ടീഷൻഡ് ആണ്. എല്ലാ റൂമും എയർ കണ്ടീഷൻഡ് ആണ്. ഓക്കെ, അപ്പൊ ചോദിക്കാനും പറയാനൊന്നും ഇല്ല, എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു റൂമിന് മാം പറഞ്ഞത് അത് നമ്മൾ റീസണബിൾ പ്രൈസ് ആയിരിക്കും, ഒരു 300 ആ ഒരു റേഞ്ചിലൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു റൂമിന് 300 ആണ്. അതായത് ഡെയിലി ബേസിസിലാണ്. ഇവിടെ മന്ത്ലി റെന്റ് ആയിട്ട് ഇപ്പൊ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, എല്ലാം ഡെയിലി ബേസിസിൽ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ വേണ്ടതും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം അല്ലെ, ഡെയിലി ഒരു 1-2 ദിവസത്തേക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്കായിട്ട് വരുന്ന ആളുകൾക്ക് അത് വളരെ ഉപയോഗപ്രദമാകും. ഏറ്റവും അത് IT അതിന്റെ തൊട്ടടുത്ത് തന്നെയാണെന്നുള്ളതാണ്. ടെക്നോ പാർക്കിന്റെ ഒക്കെ തൊട്ടടുത്താണ്, വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ എന്നുള്ളതാണ്. ഒപ്പം എയർപോർട്ടിന്റെ അടുത്താണ്. അങ്ങനെ ഒരുപാട് എന്താണ് നമുക്ക് സൗകര്യം ഒരുപാടുള്ള ഒരു സ്ഥലവും കൂടിയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് സ്ത്രീ സുരക്ഷ, അതായത് ഒറ്റ ദിവസത്തേക്ക് ചിലപ്പോ വീട്ടുകാരോ ആരും കൂട്ടില്ലാതെ ആയിരിക്കും വരുന്നത്. അപ്പൊ അവർക്ക് പെട്ടെന്ന് വന്ന് ഒരു റൂം എടുത്ത് ഇവിടെ നിന്ന് തങ്ങിയിട്ട് പോവാം. അല്ലാതെ നമുക്ക് ഇങ്ങനെ ജോബിയിലായിട്ട് വന്ന് അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല. വളരെ അത്യാവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി പ്രൊട്ടക്ഷനൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള സ്ത്രീകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. റീസണബിൾ പ്രൈസിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഡെയിലി ബേസിസിലായതുകൊണ്ട് അപ്പൊ അങ്ങനത്തെ ആൾക്കാരല്ലേ കൂടുതലും വന്ന് എന്തായാലും റൂം എടുക്കാൻ ഉദ്ദേശിക്കുകയുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരിക, രാവിലെ വരിക, റൂം എടുക്കുക, നേരിട്ട് ഇവിടെ വന്നാലും മതി. ഫ്രണ്ട് ഓഫീസ് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചാർജ് ഓഫീസർ, നമ്മുടെ സോണൽ ഓഫീസിലെ ചാർജ് ഓഫീസറിനാണ് ഇപ്പൊ ഇവിടുത്തെ ചുമതല ഇപ്പൊ നൽകിയിട്ടുള്ളത്. മാമിനോടും കൂടി എന്തായാലും വിശദമായിട്ട് സംസാരിക്കണം. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ഇത് തുറന്നു കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം. നമ്മൾ സിറ്റിയിലാണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന പോലെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഇടമാണ്. സ്ഥലം അറിയില്ലാത്തവർക്കാണെങ്കിൽ നമ്മുടെ കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് കുളത്തൂരിലേക്കുള്ള വഴിയിലാണ് നമ്മുടെ KSCB ഓഫീസും നഗരസഭയുടെ സോണൽ ഓഫീസും ഉള്ളത്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഓടിട്ട വഴി, അതുവഴി കയറി വന്നാൽ ഇവിടെ എത്താം നിങ്ങൾക്ക് എല്ലാവർക്കും. എന്തായാലും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. കാരണം അത്രയും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. നോക്കൂ, ഒരു സിംഗിൾ ബെഡ്, പ്രത്യേകിച്ച് പുതിയതിന്റെ ഒരു മണം മാറിയിട്ടില്ല. അത് മാത്രമല്ല, പൊതുവെ സ്ത്രീകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം, വൃത്തി, ഹൈജീൻ. നമുക്കൊരു പബ്ലിക് ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ വൃത്തിയാണ് നമുക്ക് ഭയങ്കര ഒരു ഇഷ്യൂ. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമേ വരുന്നില്ല. സ്ത്രീകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ബാത്റൂം ഒക്കെ അത്രയും ക്ലീൻ ആയിട്ട്, ടൈൽസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അത്രയും ക്ലീൻ ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ആ ഒരു ഹൈജീനിക് ഇഷ്യൂസ് എന്തായാലും ഇവിടെ വരില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെ സുരക്ഷിതമാണ്, സേഫ് ആണ്. ഒപ്പം പറഞ്ഞതുപോലെ ഇനി ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഡബിൾ ബെഡ്റൂം, അത് ഡബിൾ റൂംസിലും അല്ല, 2-3 റൂം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇവിടെ തിരുവനന്തപുരത്ത് വരുന്നവർ ഇനി വേറെ സൗകര്യം ഒന്നും നോക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇവിടെ മാത്രമല്ല 14 ജില്ലകളിലും ഇതുപോലെയുള്ള ഷീ ലോഡ്ജുകൾ നിങ്ങൾക്കായിട്ട് സർക്കാരിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് ഇതുവരെ അവബോധം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ബോധവാന്മാരല്ലെങ്കിൽ തീർച്ചയായിട്ടും, ബോധവതികളല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വെബ്സൈറ്റൊക്കെ സെർച്ച് ചെയ്ത് അവിടേക്ക് തന്നെ കൂടുതലായിട്ട് വരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞ പോലെ വൃത്തി, 2 സുരക്ഷ, മറ്റൊന്ന് നമ്മുടെ പോക്കറ്റ് അല്ലെ, ബജറ്റ് ഫ്രണ്ട്ലി ആണ് എന്നുള്ളതാണ്. 300 രൂപ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ പൈസയാണ്. ഒരു ദിവസത്തേക്ക് 300 രൂപ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ പൈസ. നമുക്ക് ബാക്കിയുള്ള സ്പേസ് കൂടി ഒന്ന് കാണാം. എന്തായാലും ഒരാൾക്ക് വേണ്ട, അത്യാവശ്യം വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള ഫാനും എയർ കണ്ടീഷണറും പിന്നെ ഒരു ബാത്റൂം ഒക്കെ ഉള്ള ഒരു ഗംഭീര മുറി എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ 2ാമത്തെ നിലയിലേക്ക് കയറുകയാണ്. മൊത്തം 3 നിലകളുണ്ട് അല്ലെ, 3 നിലകളിലും നിറയെ മുറികളാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മേയർ, ഏറ്റവും ചെറിയ മേയർ, ഒപ്പം നമ്മുടെ വനിതാ മേയർ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇവിടെ കുറെ കൂടിയൊക്കെ അറേഞ്ച്മെന്റ്സ് ബാക്കിയുണ്ടെന്ന് തോന്നുന്നു അല്ലെ. 3 ബെഡ് ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ ഡോർമെറ്ററി സംവിധാനമൊക്കെ നമുക്ക് ആക്കാവുന്നതാണ്. എന്തൊക്കെയാണ് പുതിയ ആലോചനകൾ? മേയറെ കുറിച്ച് പറയൂ. അല്ലെ, പറഞ്ഞ മേയർ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. സാധാരണ കുറച്ച് ഏജ് കൂടുന്നവരാണ് അങ്ങനെ പറയാറ്. അതെ. അപ്പോ അതാ പറഞ്ഞത്. വനിതാ മേയറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്
അതുകൊണ്ട് മാത്രം പറയുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ സ്ത്രീ സുരക്ഷയെ മുൻനിർത്തി ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ വരുന്നുണ്ട്. അത് സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും അതൊരു ആശ്വാസം പകരുന്നൊരു കാര്യം തന്നെ ആവുമല്ലോ. ഇപ്പം ഊർജ്ജസ്വലയായിട്ടുള്ള ഒരു മേയർ എന്നുള്ളതാണ്. എല്ലായിടത്തും നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റും ചാടി ചാടി നടക്കുന്ന വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള നമ്മുടെ മേയർ. അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയും കൂടി ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും ഗംഭീരമായിട്ട് ഇവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മളിനി എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇവിടെ തന്നെ പറഞ്ഞല്ലോ, ഇപ്പോൾ സെല്ലാർ ഉൾപ്പെടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറിലാണ് റൂംസ് 21 റൂംസ് ഉള്ളത്. പിന്നെ മുകളിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വേറെ ഒന്നും വന്നിട്ടില്ല. നമുക്കൊരു ജിമ്മോ ഒരു ഓപ്പൺ ജിമ്മോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി സ്പേഷ്യസ് ആണ്. ഓക്കെ, അപ്പൊ ജിം വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ അതും പ്രതീക്ഷിക്കാം. അതായത് വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നവർക്ക് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല കേട്ടോ. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. മാം, ഇത് നമ്മൾ ഈ സ്ത്രീ സുരക്ഷയുടെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ അറ്റാക്ക് ചെയ്ത ഒരു പെൺകുട്ടിയെ തള്ളിയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തടത്ത് നമുക്ക് അറ്റാക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ വീട്ടിലുള്ള ആളുകൾക്ക് ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന പെൺകുട്ടികൾ തിരിച്ചെത്തുന്നവരെ ഒരു പേടിയായിരിക്കും. ആ പേടി മാറ്റാൻ കഴിയുന്നുണ്ട് നമുക്ക് പലപ്പോഴും എന്നുള്ളതാണ്. അവർ സേഫ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഷീ ലോഡ്ജിന്റെ ഉദ്ഘാടന സമയത്ത് മന്ത്രിയൊക്കെ പറഞ്ഞതും അത് തന്നെയാണ് അല്ലെ. ഇനി ഇതുപോലെയുള്ള പദ്ധതികൾ അതെ ഇപ്പൊ 4ാമത്തതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ഒരു കാസർഗോഡിൽ നിന്നും അല്ലെങ്കിൽ പുറത്തുനിന്നും ഒക്കെ വരുന്ന സ്ത്രീകൾ ഇത് അറിഞ്ഞു വരുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഷീ സ്പേസ് ഉണ്ടല്ലോ, ഒരു ഷീ ലോഡ്ജ് ഉണ്ടല്ലോ എന്നൊരു ആശ്വാസത്തിലായിരിക്കും എല്ലാവരും വരുന്നുണ്ടാവുക. അത് തന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും നമ്മളിവിടെ സേഫ് ആണെന്ന് അറിയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് അവർക്കും ഒരു സന്തോഷമാവും, നമുക്കൊരു സമാധാനം. നമ്മൾ ചെയ്യാൻ വന്ന കാര്യം വൃത്തിയായി ചെയ്ത് നമുക്ക് മടങ്ങാം എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും നേരത്തെ പറഞ്ഞ ഗതാഗത സൗകര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലെങ്കിൽ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മേൽപ്പാലം നമുക്ക് കാണാം കഴക്കൂട്ടത്തെ. അത്തരത്തില് വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കെല്ലാം പെട്ടെന്ന് എത്താൻ കഴിയും എന്നുള്ളത്. അത് മാത്രമല്ല ഇവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നമ്മൾ സെല്ലാറിന്റെ കാര്യം പറഞ്ഞല്ലോ, കാർ പാർക്കിങ്ങിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഓ ശരി. അപ്പൊ അങ്ങനെ കാറിൽ വരുന്നവർക്കാണെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ്. നല്ല വ്യൂ ആണ്. വരും, ഞാൻ കാണിക്കാം. എന്തായാലും തിരുവനന്തപുരത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഷീ ലോഡ്ജിലേക്ക് നിങ്ങൾക്ക് വരാം. എപ്പോഴും ഇവിടെ ഇതിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിടക്കും. നമുക്കറിയാവുന്നതുപോലെ 4.75 കോടി രൂപ മുതൽ മുടക്കിൽ ശീതീകരിച്ച 22 മുറികളുമായി ഇവിടെ നിങ്ങളെ ഇത് കാത്തിരിക്കുന്നുണ്ട്. വളരെ തുച്ഛമായ റേറ്റിൽ എത്ര ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഡെയിലി ബേസിസിലാണ് നമുക്ക് പൈസ കൊടുക്കേണ്ടത്. എങ്കിൽ പോലും വരും സമയത്ത് മാസം താമസിക്കാനുള്ള അല്ലെങ്കിൽ ഡോർമെറ്ററി സംവിധാനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഷീ ലോഡ്ജിലേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കഴക്കൂട്ടത്തെ ഈ നിവാസം ഷീ ലോഡ്ജിലേക്ക്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലെ ഷീ ലോഡ്ജിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി അറിയാം. ഹായ്, നമസ്കാരം. അമൃതയാണ്. ഞാൻ ഫേസ് യോഗ ട്രെയിനറാണ്. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് നമ്മൾ കണ്ടു ഫേസ് യോഗയുടെ കുറച്ച് എക്സസൈസുകൾ. ഒത്തിരി ഒരു വാസ്റ്റ് ഏരിയയാണ് ഫേസ് യോഗ എന്ന് പറയുന്നത്. നമുക്കൊരു ചെറിയ ഇതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ചെയ്ത് പോകാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി മറ്റൊരു എക്സസൈസ് എന്ന് പറയുന്നത് നമുക്കിവിടെ വരുന്ന പ്രശ്നം, നമ്മുടെ ഈ താടിയുടെ പോർഷനിൽ വരുന്ന എക്സസൈസാണ്. ഇത് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഇവിടെ എല്ലാം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമാണ് ഇത്. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ജസ്റ്റ് നമ്മുടെ ഈ 2 ഫിംഗേഴ്സ് എടുക്കുക. താടിയുടെ ഈ പോർഷൻ നമ്മുടെ ഈ സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഒത്തിരി പ്രഷർ കൊടുക്കാതെ തന്നെ നമ്മളിങ്ങനെ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഒരു 5 ടൈംസ് എങ്കിലും മിനിമം നമ്മൾ ഓരോന്നും ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ ജസ്റ്റ് ഡു ലൈക്ക് ദിസ്. ഓരോന്നിനും 5 ടൈംസ് എങ്കിലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മളിത് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് നമ്മുടെ കവിളൊക്കെ ഇങ്ങനെ തൂങ്ങി വരുന്ന അല്ലെങ്കിൽ താന്ന് വരുന്ന ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമാണ് നമ്മൾ ജസ്റ്റ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഒരു 5 ടൈംസ് നമ്മൾ ചെയ്യുക. ജസ്റ്റ് ഓപ്പോസിറ്റ് അതും 5 ടൈംസ് ചെയ്യുക.
ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫേസിന് കൊടുക്കുന്ന റിലാക്സേഷൻ മെത്തേഡ്സ് ആണ്. നമ്മുടെ റിലാക്സേഷൻ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ എന്താണ് മേക്കപ്പ് അതെല്ലാം നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്, മേക്കപ്പ് എല്ലാം ഇടുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിന് മുന്നേ നമ്മൾ ഫേസിന് കുറച്ച് എനർജി, ഒരു ഹെൽത്തി ഫീൽ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ ഒരിടത്തേക്ക് പോകുമ്പോൾ എന്തിനായിരുന്നാലും നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് എന്നും ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഒന്ന് പറയുന്നത് നമ്മൾ ഐബ്രോസിൻ്റെതാണേ. ഐബ്രോസിൻ്റെ പറയുമ്പോൾ നമ്മൾ ഈ 2 ഫിംഗേഴ്സ് എടുക്കുന്നു, ഐബ്രോസിലേക്ക് ഇങ്ങനെ വയ്ക്കുന്നു, ജസ്റ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഐബ്രോസിലേക്ക് പ്രസ് ചെയ്ത് നമ്മൾ ഈ ഐബ്രോസിൻ്റെ എൻഡിലേക്ക് കൊണ്ടുവരും. ഇത് നിങ്ങൾക്ക് ഫോർഹെഡിൻ്റെ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ഫോർഹെഡിനോടൊപ്പം തന്നെ ഐബ്രോസിനും കണ്ണിനും റിലാക്സേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് മറ്റൊരു എക്സസൈസാണ്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എക്സസൈസാണ് നോസ്. നമ്മൾ നോസിൻ്റെ നോക്കിയില്ല ഇതുവരെ. നോസിൻ്റെ എന്ന് പറയുമ്പോൾ 2 ഫിംഗേഴ്സ്, നമ്മൾ 2 കൈയുടെയും 2 ഫിംഗേഴ്സ് എടുക്കുക. ദെൻ ഇവിടെ നിന്ന് നമ്മുടെ കണ്ണിൻ്റെ ഈ ടിപ്പിൻ്റെ പോർഷനിൽ നിന്ന് നമുക്ക് താഴേക്ക്, ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദിസ്. നമ്മുടെ നോസിൻ്റെ എൻഡ് പോർഷൻ വരെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ, അങ്ങനെയും ഒരു 5 ടൈംസ് നമ്മളിത് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നതോടുകൂടി നമ്മുടെ നോസിൻ്റെ പോർഷനിലുമുള്ള എല്ലാ മസിൽസും വളരെ സോഫ്റ്റ് ആവും. വളരെ സോഫ്റ്റ് മസിൽസ് എല്ലാം വളരെ ഹെൽത്തി ആവും. ഓക്കെ, അപ്പം നമ്മൾ ഐസിൻ്റെ നോക്കി, ഫോർഹെഡ് നമ്മൾ ചെയ്തു, ദെൻ നമ്മൾ ഡബിൾ ചിന്നിൻ്റെത് വന്നു, അത് നമ്മൾ ചെയ്തു, ഡബിൾ ചിന്നിൻ്റെ നമ്മൾ ചെയ്തു. ദെൻ നമ്മുടെ ഇവിടെ ഈ പോർഷനിൽ വരുന്ന നമ്മുടെ താടിയുടെ പോർഷനിൽ വരുന്ന എക്സസൈസ് നമ്മൾ ചെയ്തു. അതിനോടൊപ്പം നമ്മൾ കവിളിന് കൂടെ നമ്മുടെ ചീക്സ് ഇതും നമ്മൾ ചെയ്തു. ഓക്കെ, ഇപ്പം ഇത്രയും ആകുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു പാക്കേജ് പോലെ ആയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്നൊരിടത്തേക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ ജസ്റ്റ് ഇത്രയൊക്കെ ഒന്ന് ചെയ്യുക. ദെൻ നമ്മുടെ ഫേസ് ഒരു എനർജി ഫീല് നമുക്ക് കിട്ടും. അതിനോടൊപ്പം നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ സ്മൈൽ ലൈൻസ് എല്ലാവർക്കും വരാറുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ ചിലർക്ക് ഇവിടുത്തെ കവിളിൻ്റെ പോർഷൻ ഒത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ സ്മൈൽ ലൈൻസ് നമ്മളിങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാനുള്ള ഒരു ഫേസ് യോഗ, ഒരു ഫേഷ്യൽ എക്സസൈസ് എന്ന് പറയുന്നത്, ദെൻ നമ്മൾ ഈ പോർഷനിൽ നിന്ന് ഈ പോർഷനിലേക്ക് 2 ഫിംഗേഴ്സ് യൂസ് ചെയ്യുക. ഈ പോർഷൻ നമ്മുടെ താടിയുടെ ഈ പോർഷനിൽ നിന്ന് മുകളിലേക്ക് നമ്മളപ്പോൾ ചുണ്ടുകൾ ഇങ്ങനെ ഊ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് വയ്ക്കുക. ഓക്കെ, ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു 5 ടൈംസ്. അതുപോലെ നെക്സ്റ്റ് ഇങ്ങനെ 5 ടൈംസ് രണ്ട് ഇതിലും 5 ടൈംസ് വീതം ചെയ്യുക. ഇതിപ്പോൾ എന്ത് ചെയ്താലും നമ്മൾ അതിനൊരു കുറച്ച് സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഫേസ് യോഗ ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് പോവുകയല്ല, നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, ഒരു 5 ടൈംസ് ആണ് എല്ലാം ചെയ്യാനുള്ളത്. അത് അറ്റ്ലീസ്റ്റ് ഒരു 5 ടൈംസ് എങ്കിലും നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് വരുന്നൊരു റിലാക്സേഷനാണ്. നമ്മൾ ലാസ്റ്റ് ഈ ഒരു റിലാക്സേഷൻ മെത്തേഡ് നമ്മൾ എപ്പോഴും ലാസ്റ്റാണ് ചെയ്യുന്നത്. ഫേസിനൊക്കെ കണക്ട് ചെയ്ത് വരുമ്പോൾ നോർമലി ഈ ഫിംഗേഴ്സ് യൂസ് ചെയ്യുക. ദെൻ ഇവിടെ നിന്ന് നമ്മുടെ നെറ്റിയുടെ ഈ സെൻട്രൽ പോർഷനിൽ നിന്ന് നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. 1, ദെൻ 2, നമ്മുടെ ചെവിയുടെ ജസ്റ്റ് കോൺസെൻട്രേറ്റ്, ചെവിയുടെ പുറത്തോടു കൂടി 3, അവിടെ നിന്ന് ദെൻ നെക്കിലേക്ക് 4. ഇങ്ങനെ 4 ഇത് നമ്മൾ ചെയ്യണം, മസാജസ് ചെയ്യണം. ഒരു കൂടെ കാണിച്ചു തരാം. ഇത് ചെയ്യേണ്ടത് നമ്മുടെ ഫേസിനും നെക്കിനും ഒരുമിച്ച് യൂസ്ഫുള്ളാണ്. ഓക്കെ, 1 എന്ന് പറഞ്ഞ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഈ ഐയുടെ എൻഡ് വരെ, ദെൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ചെവിയുടെ. അപ്പോൾ 1, 2, 3 and 4. ഓക്കെ, അപ്പോൾ ഈ നെക്കിൻ്റെ എക്സസൈസ് 1, 2, 3 and 4. ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫേസിന് മുഴുവനായിട്ടുള്ള ഒരു എനർജി ഫീൽ നമുക്ക് വരും. ഇതെല്ലാം ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മുടെ ഡബിൾ ചിൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം എല്ലാവർക്കും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടുത്തെ താടിയിലേക്ക് അഡീഷണലായിട്ടൊരു പോർഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുക. ദെൻ ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, ഇവിടെ നല്ലതായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. നമ്മുടെ നെക്ക് പോർഷൻ നല്ലതായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. നല്ല സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ മൗത്ത് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ടങ്ങിൻ്റെ ടിപ്പ് നമ്മുടെ ചുണ്ടിൻ്റെ ഈ മുകളിലത്തെ പോർഷനിൽ ടച്ച് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരു 5 ടൈംസ് ചെയ്യാം. ലൈക്ക് ദിസ്, ഡു ലൈക്ക് ദിസ്.
ഓക്കെ, ഇങ്ങനെ ഒരു 5 ടൈംസ് റിപ്പീറ്റഡ്ലി മോർണിംഗ് ഈവനിങ് ചെയ്യണം. എന്നാൽ അപ്പോഴേക്കും നമുക്കിവിടെ ഡബിൾ ചിൻ കഴുത്തിൽ പ്രശ്നമുള്ളവർക്ക് വരെ ഇത് വളരെ ഒരു സൊല്യൂഷനാണ് കേട്ടോ. ഇവിടുത്തെ പ്രോബ്ലംസ്, അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന നെക്ക് പെയിനൊക്കെ നമുക്കിങ്ങനെ വരുമ്പോൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇവിടുത്തെ മസിൽസിനെയൊക്കെ അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നമ്മുടെ ബാക്ക് പെയിൻ, ബാക്ക് ബോണിലുണ്ടാകുന്ന പ്രശ്നം എല്ലാത്തിനും നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്ട്രെച്ചിങ് വളരെയധികം യൂസ്ഫുള്ളാണ്. അപ്പോൾ വൺസ് അഗെയിൻ ഞാൻ ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. ഡു ലൈക്ക് ദിസ്. നന്നായിട്ട് ഇവിടെ സ്ട്രെച്ച് ചെയ്യുക. ദെൻ ടങ് നമ്മുടെ ചുണ്ടിൻ്റെ മേൽചുണ്ടിൻ്റെ ടിപ്പിൽ ലൈക്ക് ദിസ്. ഓക്കെ, ഇത് റിപ്പീറ്റഡ്ലി മോർണിംഗ് ഈവനിങ് ചെയ്യുക. ഇതിവിടുത്തെ ഒരു പ്രശ്നത്തിനുള്ളൊരു വലിയ സൊല്യൂഷനാണ്. അത് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് മനസ്സിലാവും. പിന്നെ നമ്മുടെ ഫേസ് യോഗയുടെ ഒപ്പം വരുന്നതാണ് നമ്മുടെ ഷോൾഡർ പെയിനൊക്കെ പറയാറുണ്ട് എല്ലാവരും. ബാക്ക് പെയിൻ, ഷോൾഡർ പെയിനൊക്കെ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോഴേക്കും അതിനൊരു സൊല്യൂഷനും കൂടെയാണ് നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു നെക്ക് എക്സസൈസ് എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ നമുക്കൊരു നെക്ക് എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ജസ്റ്റ് നമുക്കൊരു പുറത്തോട്ടൊന്ന് ഇറങ്ങണം, പുറത്തേക്ക് പോകണം. നമ്മുടെ ഫേസ് കംപ്ലീറ്റ്ലി ടയേർഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയൊക്കെ ചെയ്താലും നമുക്കതിനൊരു ടയർഡ്നെസ് മാറുന്നില്ല. ജസ്റ്റ് ഒരു 2-3 ടിപ്പുകൾ ചെയ്തുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഫേസിനെ ഒരു എനർജറ്റിക് ആയിട്ട് വയ്ക്കാൻ സാധിക്കും. എങ്ങനെ നോക്കണ്ടേ? ഇപ്പോൾ മോർണിംഗ് നമ്മൾ എണീറ്റു, നമുക്ക് ഡെയിലി ചെയ്യാനുള്ള പ്രാക്ടീസസ് ആണ് കേട്ടോ ഇതൊക്കെ. മോർണിംഗ് എണീറ്റു നമ്മൾ പുറത്തോട്ട് പോകാൻ ഇറങ്ങുകയാണ്. ബട്ട് നമ്മുടെ ഫേസിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ടയേർഡ് ഫീൽ ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് ചെയ്ത നമ്മുടെ ഐ എക്സസൈസ് നമ്മൾ കഴിഞ്ഞതിൽ ചെയ്തായിരുന്നു, ആ ഐ എക്സസൈസ് നമ്മൾ ചെയ്യുക. ഓക്കെ, ദെൻ നമ്മുടെ ഫോർഹെഡിനുള്ള എക്സസൈസ്, ഓക്കെ, അത് ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എക്സസൈസാണ് നമ്മുടെ ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ വയ്ക്കുക. വച്ചതിന് ശേഷം ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതും ഒത്തിരി പ്രഷർ കൊടുക്കരുത്. ഒത്തിരി പ്രഷർ കൊടുക്കാതെ വളരെ സോഫ്റ്റായിട്ട് നമ്മൾ ലൈക്ക് ദിസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഫേസ് യോഗ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫേസിലേക്ക് വരുന്ന ബ്ലഡ് സർക്കുലേഷൻ വളരെയധികം കൂട്ടാൻ സാധിക്കും. ബ്ലഡ് സർക്കുലേഷൻ കൂടി വരുമ്പോൾ നമ്മുടെ ഫേസ് വളരെ ഹെൽത്തി ആയിട്ട് മാറും, എനർജി ഉള്ളതായിട്ട് മാറും. നമ്മുടെ ഐയുടെ എക്സസൈസ് പറയുമ്പോഴും ഫോർഹെഡിൽ ചെയ്യുമ്പോഴും എല്ലാം നമ്മുടെ ഫേസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഫേസ് യോഗയിൽ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സസൈസാണ്. നമുക്കത് ചെയ്ത് നോക്കിയാലോ? ജസ്റ്റ് വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് എങ്ങനെ വേണം, എവിടെ ഇരുന്ന് എപ്പോഴും വേണോ ചെയ്യാൻ പറ്റും. നമുക്ക് ഫേസ് വളരെ സ്ട്രെസ്സാണെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്സാണെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. ജസ്റ്റ് എല്ലാ ഫിംഗേഴ്സും യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ടാപ്പ് ചെയ്യും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്യാം. ഓക്കെ, അത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ടാപ്പ് ചെയ്യാം. ജസ്റ്റ് എല്ലാ പോർഷനിലേക്കും നമ്മളിങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്യാം. ഐസിലൊക്കെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നോസിലൂടെ വന്ന് ദെൻ നമ്മുടെ ഇയർ പോർഷനിൽ, അതുപോലെ തന്നെ നമ്മുടെ കവിളിൻ്റെ ഭാഗത്ത് ഒക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് ഫുൾ നമ്മുടെ നെക്കിലേക്ക് വരെ ഇങ്ങനെ ടാപ്പ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ തന്നെ അത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റെല്ലാ എക്സസൈസിലും എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എക്സസൈസ്. ഞാൻ ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. ജസ്റ്റ് ടാപ്പിങ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ പതിയെ നമ്മൾ ഒത്തിരി പ്രഷർ കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് പോവുക. അഗെയിൻ റിപ്പീറ്റഡ്ലി ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ടാപ്പ് ചെയ്യുക. നമുക്കിങ്ങനെ നമ്മുടെ ഓരോ പോർഷനും, നമ്മുടെ ഫേസിൻ്റെ എല്ലാ പോർഷനും നമ്മൾ ഐസിലൊക്കെ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയൊരു റിലാക്സേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് യോഗയിൽ വരുന്ന ഒരു കുറച്ച് പോർഷൻ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഒത്തിരി ഉണ്ട്. ഫേസ് യോഗ എന്ന് പറയുന്നത് ഒരു വൈഡ് ഏരിയയാണ്. ഒരുപാടുണ്ട്. നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഒരു ഫേസ് യോഗ എന്ന് പറയുന്നത്, ഫേഷ്യൽ എക്സസൈസ് എന്ന് പറയുന്നത്. പിമ്പിൾസിന് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ തന്നെ പിമ്പിൾസൊക്കെ ഒത്തിരി മാറാറുണ്ട് കേട്ടോ. പിമ്പിൾസിന് നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുത്ത പാടുകൾക്ക്, ഡബിൾ ചിൻ വരുന്നതിന്, കവിൾ ഇങ്ങനെ ഒത്തിരി ലാഗായിട്ട് കിടക്കുന്നവർക്ക് അതിന്, അതുപോലെ തന്നെ ഏജ് ഫാക്ടർ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏജ് ഫാക്ടർ ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും ഏജ് കുറഞ്ഞിരിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക അല്ലേ. അപ്പോൾ ഏജ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏജ് കുറഞ്ഞിരിക്കുന്നതിന് ഈ ഫേസ് യോഗ ചെയ്യുമ്പോൾ
നമുക്ക് കിട്ടുന്ന ഈ ഒരു എന്താ പറയുക നമ്മുടെ ഹെൽത്തി ഫീലിംഗ് അത് കാരണം ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുന്നത് കാരണം നമുക്ക് ഏജ് വളരെ കുറഞ്ഞ ഫീൽ ഉണ്ടാവും. ഏജ് കുറഞ്ഞ ഫീൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കവിളൊക്കെ ഇങ്ങനെ ലാഗായി കിടക്കുന്നതൊക്കെ കറക്റ്റ് പൊസിഷനിലേക്ക് എത്തും. നമ്മുടെ ഓരോ ഫേസിൽ ഓരോ പോർഷനും അതിൻ്റെ കറക്റ്റ് രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഫേഷ്യൽ എക്സസൈസ് എന്ന് പറയുന്ന ഈ ഫേസ് യോഗ വളരെ യൂസ്ഫുള്ളാണ്. ഇന്നത്തെ ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ അതിഥികളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.